ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു യേശുവിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം. പരിശുദ്ധ 40 നോമ്പിൻ്റെ അന്ത്യത്തിലേക്കും അതോടൊപ്പം തന്നെ കഷ്ടാനുവാഴ്ചയുടെ പ്രതിപാദനത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങളുമായി അല്പനേരം പങ്കിടുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം പരിശുദ്ധനായ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. പ്രത്യേകിച്ച് പിതാക്കന്മാർ ഈ വേദഭാഗത്തെ മരുഭൂമിയിലെ പരീക്ഷ എന്ന ഹോമിന് പേരിട്ട് വിളിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമല്ല, സമഭീഷ സുവിശേഷങ്ങളിലെല്ലാം ഈ ഒരു വേദഭാഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് മർക്കോസ് എവങ്കലിസ്തന്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങളിലും, അതുപോലെ തന്നെ ലൂക്കോസ് എവങ്കലിസ്തയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളിലും ഈ മരുഭൂമിയിലെ പരീക്ഷയുടെ ഭാഗങ്ങൾ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഈ വേദഭാഗത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണുന്നത്, അനന്തരം പിശാചനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 രാവും 40 പകലും ഉപവസിച്ചതിന് ശേഷം അവന് വിശന്നു. അനന്തരം പിശാചനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിന്റെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ചതിന് ശേഷം അവന് വിശന്നു. ഇത് കേൾക്കുന്ന പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, ഇത് കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും, എന്തിനാണ് യേശു ആത്മാവിലാൽ പരീക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം മരുഭൂമിയിലേക്ക് സ്വയം പോയത്? ദൈവത്തിന്റെ ഏകജാതൻ, ത്രിയേക ദൈവത്തിൽ ഒരുവനായിരിക്കുന്ന അദ്ദേഹത്തിന് മരുഭൂമിയിലേക്ക് പോകുന്നത് പരീക്ഷയെന്നും അവിടെ പരീക്ഷിക്കപ്പെടും എന്നൊക്കെ അറിയാമെന്നിട്ടും അതിൽ നിന്ന് പിന്മാറുവാനായിട്ട് സാധ്യമാകുമല്ലോ, അല്ലെങ്കിൽ ഇപ്രകാരം ഒരു പരീക്ഷ ഇല്ലാതാക്കുന്ന കോണം അദ്ദേഹത്തിന് സാധ്യമാകുമെന്ന് പലപ്പോഴും പലർക്കും ചിന്തിക്കാം. അവിടെയാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. പരീക്ഷകളിൽ കൂടി കടക്കുമ്പോഴാണ്, അല്ലെ പരീക്ഷകളെ അതിജീവിക്കുമ്പോഴാണ് യഥാർത്ഥമാവുന്ന ഒരു വിജയം, ക്രൈസ്തവ ജീവിതത്തിന് വിജയം സിദ്ധിക്കുന്നതെന്ന് യേശു തമ്പുരാൻ തന്റെ ജീവിതത്തിൽ കൂടി നമുക്ക് വരച്ച് കാട്ടിത്തരികയാണ്. പരീക്ഷകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ പരീക്ഷകളെ തരണം ചെയ്ത് അതിജീവിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതം നമുക്ക് വിജയം കാണാൻ സാധിക്കുന്നത്. ഏദനിൽ പഴയ നിയമത്തിൽ ആദാമിന്റെ പരീക്ഷയിലേക്ക് വീഴ്ചതുപോലെ ഇവിടെ പുതിയ നിയമത്തിൽ പുതിയ ആദാമിനെ പരീക്ഷിക്കാൻ തക്കോണം കടന്നു വരുന്ന സാത്താനെ ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് മുൻപായി ക്രിസ്തു ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഉപവാസ പ്രാർത്ഥന ഇവിടെ 1-2 ദിവസമല്ല, 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. പലപ്പോഴും എന്താണ് ഈ 40 എന്ന് ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് പരിശുദ്ധ വേദം പരിശോധിക്കുമ്പോൾ 40 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. മാത്രമല്ല, ബൈബിളിൽ ന്യൂമറോളജിക്കും വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് ബൈബിൾ പരിശോധിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഭൂമിയുടെ സംഖ്യയായ 4-നെ അതോടൊപ്പം തന്നെ പ്രമാണങ്ങളുടെ സംഖ്യയായ 10-മായി ഗണിക്കുമ്പോൾ 40 എന്നുള്ള സംഖ്യ കിട്ടും എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതുപോലെ ഈ 40-മായി ബന്ധപ്പെട്ട പല സന്ദർഭങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അസന്മാർഗതയിൽ കൂടി കടന്നുപോയി പിഴച്ച ഭൂമിയെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം ദൈവം 40 പകലും 40 രാവും മഴ പെയ്ച്ചതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോശയും ഇസ്രായേൽ ജനവും വാഗ്ദത്ത നാടായ കനാനിലേക്ക് മിസ്രൈമിൽ നിന്ന് 40 വർഷം നടന്നതായി പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൽ കൂടി തുടർന്ന് വായിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേൾക്കുന്നവരെ, 40 ദിവസം മോശ ക്രിസ്തുവിനോടൊപ്പം യഹോവയോടൊപ്പം ഇരുന്നപ്പോഴാണ് വീണ്ടും പ്രമാണങ്ങൾ പുനർരചിച്ച്
മോശയ്ക്ക് ലഭിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അരുമനാഥനായ യേശുക്രിസ്തു 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ അതിനുശേഷം പരീക്ഷകളിലേക്ക് പ്രവേശിക്കുന്ന യേശുവിനെയാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ പരീക്ഷണമാണ് കല്ലുകൾ അപ്പമാക്കുക എന്ന് പറയുന്ന പരീക്ഷണം. ലൂക്കോസിന്റെ സുവിശേഷം പരിശോധിക്കുമ്പോൾ ഒരു കല്ല് അപ്പമാകുക എന്നാണ് പരീക്ഷണമെങ്കിൽ, ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ ഈ കാണുന്ന കല്ലുകളെ അപ്പമാക്കി തീർക്കുവാനായിട്ടാണ് പിശാച് അല്ലെ സാത്താൻ യേശുവിനോട് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിൽ കൂടി കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം യഹൂദന്മാരെ അഡ്രസ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു സുവിശേഷമാണ് എന്ന് ഏവർക്കും അറിയാം. അപ്പൊ യഹോവയ്ക്കും അല്ലെ ക്രിസ്തുവിനും അതോടൊപ്പം സർവ്വ യഹൂദന്മാർക്കും സർവ്വചരാചരങ്ങളുടെയും വിശപ്പ് മാറ്റുവാൻ തക്കവണ്ണം ഒരു ബഹുവചനം, ഏകവചനത്തിന് പകരം ബഹുവചനമായിട്ടാണ് ഇവിടെ പിശാച് പരീക്ഷയിലേക്ക് ക്രിസ്തുവിനെ അല്ലെ യേശുവിനെ പ്രവേശിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഭക്ഷണം എന്ന് പറയുന്നത് അടിസ്ഥാന ആവശ്യമാണ്. ഒരു മനുഷ്യന്റെ അല്ലെ ഒരു മൃഗത്തിന്റെ ഒരു മൗലിക അവകാശമാണ്. അതിൽ പോലും അതിനെ പോലും ഈ നമ്മുടെ മൗലിക അവകാശങ്ങളെ, അടിസ്ഥാന അവകാശങ്ങളെ പോലും തെറ്റായ രീതിയിൽ കൈക്കലാക്കുവാൻ തക്കവണ്ണം ശ്രമിപ്പിക്കുന്ന ഒരു സാത്താനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇന്ത്യൻ മക്കളായിരിക്കുന്ന ഈ ആധുനിക യുഗത്തിലെ ജനസമൂഹം സർവ്വതും നീതിയോടുകൂടി ആർജിക്കുന്നതിന് പകരം ഒരു പരിധിവരെ ഈ കല്ലുകളെ അപ്പമാക്കുക എന്ന പരീക്ഷണത്തിന്റെ ആധുനികമാവുന്ന തലങ്ങളിൽ കൂടി പലതിനെയും, പല അടിസ്ഥാനങ്ങളെയും, പല മൂല്യങ്ങളെയും അസന്മാർഗമാകുന്ന ഭാഗത്തിൽ കൂടി അല്ലെ അസന്മാർഗമാകുന്ന രീതികളിൽ കൂടി സ്വായത്തമാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. കേൾക്കുന്നവരെയും അന്ന് യേശുവിനോട് കല്ല് അപ്പമാക്കുവാൻ പറഞ്ഞപ്പോൾ അത് യേശു തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറിയെങ്കിൽ ഇന്ന് പലപ്പോഴും ആ യേശുവിൻ്റെ പിൻഗാമികളാകുന്ന നമുക്ക് അതിൽ നിന്ന് മാറുവാനായിട്ട് സാധ്യമാകുന്നുണ്ടോ? രണ്ടാമത്തെ പരീക്ഷണമാണ് താഴേക്ക് ചാടുക എന്ന പരീക്ഷണം. ആദ്യത്തേത് കല്ലിനെ അപ്പമാക്കുക, നമ്മുടെ അടിസ്ഥാന അല്ലെ മൂല്യ കാര്യങ്ങളെ കുറിച്ചാണ് എങ്കിൽ ഇവിടെ ഒരു എന്റർടൈൻമെന്റ് ആയെന്ന രീതിയിൽ കൂടിയാണ് ക്രിസ്തുവിനെ, യേശുവിനെ ഇവിടെ സാധാരണ പരീക്ഷിക്കുന്നത്. ഭക്ഷണത്തിൽ കൂടി മാത്രമല്ല മറ്റ് ഭൗതിക കാര്യങ്ങളിൽ കൂടിയും ഇവന് കടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സിയോൻ കുന്നിന് മുകളിൽ ജെറുസലേം ദേവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിനും രാജകീയമായ മണ്ഡപത്തിനും കൂട്ടിമുട്ടുന്ന ഒരു മൂലയാണ് ഏകദേശം 450 അടിയോളം താഴ്ചയുള്ള ഒരു കിർദോൺ താഴ്വര. ആ കിർദോൺ താഴ്വരയുടെ ഭാഗത്താണ് പ്രഭാതത്തിൽ ദേവാലയ ഗോപുരത്തിൽ പ്രഭാത ബലിയുടെ സമയത്ത് പുരോഹിതന്മാർ കാഹളം ഊതുകയും ആ സമയത്ത് അവിടെ തടിച്ചുകൂടുന്ന ജനവിഭാഗത്തിന്റെ മുമ്പിലേക്ക് എടുത്തു ചാടുവെന്നൊക്കെ വേണം സാത്താൻ ഈ യേശു ക്രിസ്തുവിനോട് പറയുന്നത്. എന്നാൽ അവിടെയും ക്രിസ്തുവിന് തിരിച്ചറിവ് ലഭിക്കുകയാണ്. എന്നാൽ ആ അരുമനാഥന്റെ പിൻഗാമികളായിരിക്കുന്ന നമുക്ക് അത് സാധ്യമാവുന്നുണ്ടോ? അന്ന് ആ തടിച്ചുകൂടിയ ജനവിഭാഗത്തിന്റെ മുമ്പിലേക്ക് എടുത്തു ചാടാനായിട്ട് പറയുമ്പോൾ ഇന്ന് ഈ ആധുനിക യുഗത്തിൽ ആ എടുത്തുചാട്ടം അപ്രകാരമായിരിക്കണമെന്നില്ല. ഇന്ന് ആ ഒരു എടുത്തുചാട്ടത്തിന്റെ മോഡ്, ദ സോഴ്സ് ഒന്ന് മാറിയിരിക്കുകയാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ എന്തൊക്കെയാണോ എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ തക്കവണ്ണം വീഡിയോസും സ്റ്റാറ്റസുകളും ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു രീതി, ഞാൻ എന്തൊക്കെയാണോ എന്ന് അല്ലെ ഞാൻ എന്തൊക്കെ ആകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അപ്രകാരം നമ്മളെ കാണണമെന്നുള്ള രീതിയിൽ ഒരു എക്സിബിഷനിസം നടത്തുന്ന ഒരു ജീവിത രീതിയിലേക്ക് മനുഷ്യവർഗം പോവുകയാണ്. എക്സിബിഷനിസത്തിന് വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റായി നാം തന്നെ അധപ്പതിക്കുന്ന ഒരു രീതിയിലേക്ക് കടന്നു വരുന്നു. അവിടെയാണ് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവം മാനിച്ചെങ്കിൽ മാത്രമേ മനുഷ്യരും നമ്മളെ മാനിക്കുകയുള്ളൂ. നാം എന്തൊക്കെ ചെയ്താലും, നാം എന്തൊക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ
ഏതൊക്കെ രീതികളിൽ ഈ നാട് നീളെ നമ്മൾ പബ്ലിസിറ്റി കൊടുത്താലും സത്യദൈവം നമ്മളെ മാനിച്ചുവെങ്കിൽ മാത്രമേ കേൾക്കുന്നവരെ സർവ്വജനവും നമ്മളെ മാനിക്കുകയുള്ളൂ. അല്ല എങ്കിൽ ഇത് കാണുന്ന കുറച്ച് ജനഭാഗം ഇതിനെക്കുറിച്ച് സംസാരിക്കും, അല്ലെ ചിന്തിക്കുമെങ്കിലും സർവ്വജനങ്ങളും നേരായ രീതിയിൽ നമ്മളെ മാനിക്കണമെങ്കിൽ ചീപ്പ് പബ്ലിസിറ്റി എക്സിബിഷനുമല്ല, ദൈവം നമ്മളെ മാനിക്കുമ്പോഴാണ് ആ ഒരു മാനം നമുക്കുണ്ടാകുന്നത്. 1812, 1889 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന വിക്ടോറിയൻ കവികളിൽ പ്രശസ്തനായ റോബർട്ട് ബ്രൗണിംഗ് എന്ന് പറയുന്ന കവി പ്രകാരം പറയുന്നുണ്ട്, when the fight begins within himself, a man is worth something. When the fight begins within himself, a man is worthy something. ഉള്ളിൽ ആത്മസംഘർഷം ഉടലെടുക്കുവാൻ തുടങ്ങുമ്പോൾ മനുഷ്യൻ എന്തെങ്കിലും മൂല്യമുള്ളവനായി തീരും. നമ്മുടെ ഉള്ളിൽ ആത്മസംഘർഷം ഉടലെടുക്കുവാൻ തക്കവണ്ണമുള്ള അവസരങ്ങൾ നമുക്ക് സാധ്യമാകുന്നുണ്ട്. നാം ഏവരും, അല്ലെ ഇന്നിന്റെ മക്കളായിരിക്കുന്ന നമ്മൾ പലപ്പോഴും കംഫോർട്ട് സോൺ സെലക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ജനവിഭാഗമാണ്. പലപ്പോഴും പല പ്രഹസനങ്ങളിൽ കൂടി, പല മധുരഭാക്ഷണങ്ങളിൽ കൂടി, അതുപോലെ നല്ല ഗിഫ്റ്റുകൾ നൽകിക്കൊണ്ട്, സുഖിപ്പിച്ച് സംസാരിച്ചുകൊണ്ട് പലപ്പോഴും പല നേതൃനിലയിൽ നിൽക്കുന്നവരെയും മറ്റ് ജനവിഭാഗങ്ങളെയും സുഖിപ്പിച്ച് പലരുടെയും പ്രീതി സമ്പാദിച്ചുകൊണ്ട് സംഘർഷാത്മകമാവുന്ന, അല്ലെ നമ്മളെ സംഘർഷത്തിലേക്ക് വിട്ട് നമുക്ക് ഒരു സുതാര്യത വരുത്തുവാനായിട്ട് സാധ്യമാകുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മാറ്റുന്ന ഒരു രീതി, സുഖിപ്പീരിന്റെ ഒരു രീതിയിലേക്കാണ് ഇന്ന് ജനവിഭാഗം കടന്നു പോകുന്നത്. ഒരു ചിന്ത ഇപ്രകാരമാണ്, സംഘർഷാത്മകമാകുന്ന കടലേ, അല്ലെ സമുദ്രമേ ഒരു യഥാർത്ഥ നാവികനെ സൃഷ്ടിക്കുകയുള്ളൂ. സംഘർഷമുള്ള, അല്ലെ കാറ്റും കോളുമുള്ള, വലിയ തിരമാലകളുള്ള ഒരു സമുദ്രം മാത്രമേ ഒരു യഥാർത്ഥ നാവികനെ സൃഷ്ടിക്കത്തുള്ളൂ. പലപ്പോഴും ആ യഥാർത്ഥ നാവികനാകുന്നതക്കവണ്ണം ഇന്ന് ഏത് രീതിയിലുള്ളവരായിക്കോട്ടെ, പുരോഹിതരായിക്കൊള്ളട്ടെ, സെക്യുലർ രീതികളിലുള്ള ആയിക്കൊള്ളട്ടെ, ഏത് ജോലിയിലാണെങ്കിലും, ഏത് വൊക്കേഷനിലുള്ളവരാണെങ്കിലും ഇളകി മറിയുന്ന സംഘർഷാത്മകമാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി സ്വയം സുതാര്യതയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ മാറ്റുവാനായിട്ട് നമുക്ക് സാധ്യമാകാതെ പോകുന്നു. മൂന്നാമത്തെ ചിന്തയാണ് നീ കുമ്പിട്ട് ആരാധിക്കുക എന്നുള്ള പരീക്ഷണം. നീ കുമ്പിട്ട് ആരാധിക്കുക എന്നുള്ള പരീക്ഷണം. ലൗകികതയും ഭൗതികവുമാവുന്ന രാജ്യത്തിന്റെ പങ്കിട്ടിടുന്നതിനെ പിശാച് ഇവിടെ യേശുവിനെ കാണിച്ചു നൽകുകയാണ്. തന്റെ സൃഷ്ടിയായിരിക്കുന്ന ഈ സർവ്വതും നീ എന്നെ വന്ദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് നൽകാമെന്നുള്ള ഒരു പരീക്ഷണം. യേശുവിന് അത് വ്യക്തമായി തിരിച്ചറിയുവാനും അതിന് ചുട്ട മറുപടി നൽകി അവനെ ലജ്ജിപ്പിച്ച് അവനെ അവിടെ നിന്ന് മായ്ക്കുവാനും യേശു തമ്പുരാന് സാധിക്കുന്നുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ നമുക്കത് സാധ്യമാകുന്നുണ്ടോ? മലയാള നോവലിസ്റ്റായ CV ബാലകൃഷ്ണൻ സാഹിത്യ നിരൂപകനായ KP അപ്പനുമായോട് നടത്തിയ ഒരു വിചാര സംവാദത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി, ദേശരാഷ്ട്രത്തിന്റെ പ്രലോഭനങ്ങളിൽ ക്രിസ്തു അതിജീവിച്ചു. എല്ലാത്തിനെയും അധിപനാക്കുവാനായിട്ടുള്ള ഒരു ചെറിയ കാര്യമല്ല, ക്രിസ്തു അത് നിരാകരിക്കുകയാണ് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷേ മരുഭൂമിയിൽ ക്രിസ്തു ഏതു പരീക്ഷണത്തെ അതിജീവിച്ചുവോ ആ പരീക്ഷണത്തെ പിൻകാലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ആകർഷിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവർ സ്ഥാപനങ്ങളുടെ സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കുന്നു. അതും ദൈവത്തെയും ഈ മൂല്യങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് സാധ്യമാകുകയില്ല എന്ന് പറഞ്ഞ, അതായത് സമ്പത്തിനെയും ദൈവത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധ്യമാകുകയില്ല എന്ന് പറഞ്ഞ ആ ഗുരുവിന്റെ പേരിൽ തന്നെ. പ്രിയ ജനമേ, കേൾക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമെങ്കിലും ക്രിസ്തു പറഞ്ഞ
ഒരു ചിന്ത കൂടി ഇവിടെ കടന്നു വരുന്നുണ്ട്. ഞാനത് ഇത്തരണത്തിൽ അത് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ പരീക്ഷണങ്ങളിൽ വീണുപോകുന്ന ശിഷ്യരുടെ തലമുറക്കാരാണോ ഞാനും നിങ്ങളും? അതോ ഈ പരീക്ഷണങ്ങളിൽ വീണു പോകാതെ ന്യായപ്രമാണങ്ങളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രം സ്വായത്തമാക്കി ക്രൈസ്തവ ജീവിതം നയിക്കുന്ന ആധ്യാത്മികതയുടെ പിൻപറ്റുന്നവരാണോ ഞാനും നിങ്ങളും? നമ്മുടെ ധാർമ്മികത എവിടെ? നമ്മുടെ ആധ്യാത്മികത എവിടെ? പിതാക്കന്മാര് നമുക്ക് കാണിച്ചു തന്ന ക്രൈസ്തവ ദർശന മൂല്യങ്ങൾ അവിടെ? പരിശുദ്ധനായ പരിമല തിരുമേനിയും പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയും പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയും അതോടൊപ്പം നമ്മുടെ പുണ്യശ്ലോകനായ മാർ തെവദോസ്യൂസ് തിരുമേനിയെയും അവരുടെ മൂല്യാധിഷ്ഠിതമായ ജീവിത സാഹചര്യങ്ങളെയും ഈ നോമ്പ് കാലത്തുകളിൽ കൂടി നമുക്ക് ഓർക്കുവാനായിട്ട് നാം സാധ്യമാകണം. അവരുടെ ആ പിതാക്കന്മാരുടെ പിൻപടികൾ പറ്റി നടക്കുന്നവരാണ് എന്ന് പലപ്പോഴും നാം പറയുന്നുണ്ട്. എങ്കിലും നമ്മുടെ ജീവിതം അപ്രകാരമാണോ എന്ന് ചിന്തിക്കുവാനും, മറിച്ചാണ് എങ്കിൽ അതിൽ നിന്ന് ഒരു യു-ടേൺ എടുത്തുകൊണ്ട് ജീവിതത്തെ കൂടുതൽ സുഹൃത്തമാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം. സക്കറിയ മാർ സേവോറിയസ് തിരുമേനി പ്രകാരം പറയുകയുണ്ടായി, വാക്കിൽ സുതാര്യതയും പ്രവൃത്തിയിൽ വെളിച്ചവുമുള്ളവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന. വാക്കിൽ സുതാര്യതയും പ്രവൃത്തിയിൽ വെളിച്ചവുമുള്ളവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന പ്രകാരം നാം യഥാർത്ഥ ക്രിസ്ത്യാനികളാണോ? ഒരു വീണ്ടും വിചാരത്തിന് സമയമുണ്ട്. ഇപ്പോൾ ഈ കഷ്ടാനുവാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ആ പീഡാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ് പുതിയ സൃഷ്ടിയായി ഉദ്ധാന പെരുന്നിൽ ഒരു നവസൃഷ്ടിയായി രൂപാന്തരപ്പെടുവാൻ ദൈവം നമ്മെ ഏവരെയും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.